നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീടിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലുള്ള മുറി അഥവാ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ പല ആളുകൾക്കും കന്നിമൂലയിലെ മുറിയിൽ ആരാണ് കിടക്കേണ്ടത് എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ചെയ്യരുതാത്ത കാര്യങ്ങളെ പറ്റിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഒന്നും തന്നെ ഒരു ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്രകാരം കന്നിമൂലയിൽ കിടപ്പുമുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ആ വീട്ടില് വലിയ തരത്തിലുള്ള ആപത്തുകളും വിട്ടുമാറാത്ത ദുരിതങ്ങളും വന്നു ചേരാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് വീടിന്റെ കന്നിമൂലയിൽ വരുന്ന കിടപ്പുമുറി എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലെ മുറിയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്ന തെറ്റുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയിലെ മുറിയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ സകലമായിട്ടുള്ള പ്രശ്നങ്ങളുടെയും കാരകൻ അത് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് കന്നിമൂലയിലെ കിടപ്പുമുറിയിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മളെല്ലാവരും തന്നെ വീട് വാങ്ങുമ്പോഴും വീട് പണിയുമ്പോഴും ഒക്കെ വാസ്തുശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പല ആളുകളും കന്നിമൂലയിലെ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാരമല്ലാത്ത പല തെറ്റുകളും ചെയ്യുന്നത് കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് കന്നിമൂലയിലെ മുറി ഒഴിച്ചിടുന്നത്. ഇപ്രകാരം കന്നിമൂലയിൽ വരുന്ന മുറി ഒഴിഞ്ഞു കിടക്കുന്നത് ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. രോഗങ്ങളും ദുരിതങ്ങളും ആ വീട്ടിലുള്ളവരെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കന്നിമൂലയിലെ മുറി ഇപ്രകാരം ഒഴിഞ്ഞു കിടക്കുന്നതും അതുപോലെ തന്നെ കന്നിമൂലയിൽ ചെയ്യുന്ന മറ്റു തെറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളെ ആയിരിക്കും. സ്ത്രീകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള മറ്റു വ്യക്തികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഇതിനർത്ഥമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ജീവിതം വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്രകാരം കന്നിമൂലയിൽ മുറിവരുന്ന വീടുകളിൽ ചെയ്യുന്ന തെറ്റുകളുടെ ദോഷഫലമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലുള്ള മുറി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നം വിട്ടുമാറാത്ത കാര്യ തടസ്സങ്ങളും ഉദ്യോഗ കയറ്റത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ഒക്കെ ആയിരിക്കും. അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ ശ്രമിക്കും തോറും, അതിനായിട്ട് കഷ്ടപ്പെടും തോറും അതിനുള്ള ഫലം ലഭിക്കാതിരിക്കുക. ഓരോ ദിവസം കഴിയും തോറും ദാരിദ്ര്യത്തിലേക്കും കൊടിയ കഷ്ടപ്പാടിലേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടും അഭേദ്യമായ ബന്ധമുള്ള ഒരു ഭാഗമാണ് വീടിന്റെ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത്. അതായത് കന്നിമൂലയിലുള്ള മുറി ഒഴിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സന്താനങ്ങളുടെ ഉയർച്ചയുടെ കാര്യത്തിൽ എന്തെന്നില്ലാത്ത അനിശ്ചിതത്വം നേരിടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ട സാഹചര്യം അനുഭവിക്കാം. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ഉദ്യോഗ കയറ്റം ലഭിക്കാതിരിക്കുക, നല്ല ജോലി ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരിക, ഇവയൊക്കെയും ആ വീട്ടിലെ ആൺമക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും. ഇനി അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പ്രായം കഴിഞ്ഞാലും വിവാഹം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, വിവാഹ തടസ്സം നേരിടുക, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ സന്താനഭാഗ്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, ഇവയൊക്കെയും കന്നിമൂലയിലെ മുറി ഒഴിഞ്ഞു കിടക്കുന്നതിലൂടെ വന്നു ചേരുന്ന പ്രശ്നങ്ങളാണ്. ഇനി അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് കന്നിമൂലയിലെ മുറി ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും കന്നിമൂലയിലെ മുറി ആ വീടിന്റെ പ്രധാന മുറിയായി വരുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതായത് ആ വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൺമക്കളുടെ വിവാഹം കഴിയുമ്പോൾ മുതൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നവദമ്പതികൾക്കും ഏറ്റവും ഉത്തമമാണ്
കന്നിമൂലയിലെ കിടപ്പുമുറി എന്ന് പറയുന്നത്. ഇപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള രണ്ടുപേർ ആ മുറി ഉപയോഗിക്കുമ്പോൾ അത് ആ വീട്ടിലെ ഉയർച്ചയ്ക്കും അതേസമയം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനും ഏറ്റവും ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് പല വീടുകളിലും കുട്ടികളുടെ കിടപ്പുമുറിയായും ഡ്രോയിങ് റൂമായിട്ടുമൊക്കെ കന്നിമൂലയിലെ മുറി ഉപയോഗിക്കാറുണ്ട്. ഇത് തീർത്തും ശുഭകരമായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കന്നിമൂലയിലെ അടുക്കളയും ശുചിമുറിയും ഒക്കെ വരുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് വളരെയേറെ ദോഷങ്ങളെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ കന്നിമൂലയിൽ സ്റ്റെയർ കേസുകൾ വരുന്നതും കാർപോർച്ച് വരുന്നതും പക്ഷികളെ വളർത്തുന്നതിനുള്ള കൂടുകള്, പട്ടിക്കൂട് ഇവയൊക്കെ വരുന്നതും വളരെ അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഇതെല്ലാം ഒരു വീട്ടിൽ ചെയ്തതിനു ശേഷം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒന്നും വരുന്നില്ല എന്ന പരാതിയും പരിഭവവും പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ടുതരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ കാര്യഗൗരവത്തോടെ അല്ലാതെ ഈ ഒരു കാര്യങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം തന്നെ തരിപ്പണമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ഉന്നമനവും കാണുവാൻ കഴിയില്ല. ഇനി അടുത്തതായിട്ട് കന്നിമൂലയിലെ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പുറത്തെവിടെയെങ്കിലുമൊക്കെ ഇട്ട ചെരുപ്പ് ഉപയോഗിച്ച് കന്നിമൂലയിലെ മുറിയിലേക്ക് കയറുകയും അതുപോലെ തന്നെ ബാത്റൂമിൽ പോയതിനു ശേഷം നനഞ്ഞ ചെരുപ്പുമായിട്ട് കന്നിമൂലയിലെ മുറിയിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് ഊർജത്തെ നിറയ്ക്കുവാനും ദോഷഫലങ്ങളെ വിളിച്ചു വരുത്തുവാനും ഇത്രയേറെ കാരണമാകുന്ന മറ്റൊരു വസ്തുതയില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും അധികം നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് കന്നിമൂലയിലെ മുറിയുടെ വൃത്തി എന്ന് പറയുന്നത്. കന്നിമൂലയിലെ മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നവരും കൂടിയായിരിക്കണം അവിടെ ജീവിക്കുന്നവർ. ഒരു കാരണവശാലും ചപ്പുചവറുകൾ കന്നിമൂലയിലെ മുറിയിൽ കൂട്ടിയിടുകയോ മാറാലയും പൊടിയും പിടിച്ച രീതിയിൽ കന്നിമൂലയിലെ മുറി കിടക്കുകയോ ചെയ്യരുത്. ഒരിക്കലും ഈ തെറ്റ് ആരും തന്നെ ചെയ്യാതിരിക്കുക. ചില വീടുകളിലെ വീടിന്റെ മുകളിലത്തെ നിലയിലെ കന്നിമൂലയിലുള്ള മുറി പല ആളുകളും ഒഴിച്ചിടാറുണ്ട്. മിക്കവാറും സാഹചര്യങ്ങളിലും ആ വീട്ടിൽ 1-2 പേർ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാലും വലിയ വീടായിരിക്കും. അപ്പൊ പിന്നെ മുകളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ മുറിയില് ഒരു വെളിച്ചം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും കിടക്കുന്നത്. ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മുറി ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ വീടിനെ മുഴുവനായി തന്നെ നെഗറ്റീവ് ഊർജം വളരെ ദോഷകരമായ തരത്തില് ബാധിക്കുവാനും ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ തകർച്ചയിലേക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കന്നിമൂലയിലുള്ള മുറി ആരും ഉപയോഗിക്കാത്ത നിലയിൽ ഇടുകയോ കുട്ടികളുടെ മുറിയായിട്ട് ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുവാനും പാടില്ല. ഇനി കന്നിമൂലയിലെ മുറിയുടെ പുറംഭാഗത്ത് വരുന്ന ഭാഗം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ വേണം സൂക്ഷിക്കുവാൻ. അതുപോലെ ചില പ്രത്യേക ചെടികളൊക്കെ കന്നിമൂലയുടെ മുറിയുടെ പുറംഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല കന്നിമൂലയിലെ മുറിയിലെ വലിയ അലമാരകളും വലിയ കട്ടിലുകളും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. പണം, സ്വർണം എന്നീ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുവന്ന പട്ടില് കന്നിമൂലയിലെ മുറിയിലെ അലമാരയിലോ മറ്റോ സൂക്ഷിക്കുന്നത് വീട്ടിലേക്ക് ധനവരവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. വാസ്തുശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഒരു വീട്ടില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കന്നിമൂലയിലെ മുറി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ചയും അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങളും ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. അല്ലാത്ത പക്ഷം രോഗദുരിതങ്ങളും കടബാധ്യതകളും സാമ്പത്തിക നഷ്ടവുമായിരിക്കും ആ കുടുംബത്തെ തേടിയെത്തുന്നത്. അപ്പൊ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തെ അത്രമേൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. ഇതിലേതെങ്കിലും തെറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ഒഴിവാക്കുക. കന്നിമൂലയിലുള്ള മുറി എല്ലാവരും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഉപയോഗശൂന്യമായിട്ടുള്ള രീതിയിൽ ഒരു കാരണവശാലും കന്നിമൂലയിലെ മുറി ഇടാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.